നമസ്കാരം. ജ്യോതിഷശാസ്ത്രത്തിൽ ഏറ്റവും ഭയത്തോടും എന്നാൽ ഗൗരവത്തോടും കൂടി നോക്കിക്കാണുന്ന ഒന്നാണ് ശനി ഗ്രഹത്തിന്റെ സഞ്ചാരം. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലു തന്നെ മലയാളികൾക്കിടയിലുണ്ട്. എന്നാൽ ശനി എപ്പോഴും ഒരു ദോഷകാരിയല്ല, മറിച്ച് നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് നമ്മെ തിരുത്തുകയും അച്ചടക്കം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവാണ് ശനി. 2026 മെയ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചില രാശിക്കാർക്ക് കണ്ടകശനിയും ഏഴശനിയും കഠിനമായ പരീക്ഷണങ്ങൾ നൽകുന്നതായി കാണുന്നു. മേടം, കുംഭം, മീനം എന്നീ കൂറുകാരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. ഈ 3 രാശിക്കാർക്കും വരുന്ന കാലഘട്ടം എങ്ങനെയായിരിക്കും? സാമ്പത്തിക തകർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും എങ്ങനെ മറികടക്കാം? ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് കണ്ടകശനി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചന്ദ്രരാശിയിൽ നിന്നും ശനി 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് കണ്ടകശനി എന്ന് വിളിക്കുന്നത്. 4-ാം ഭാവം എന്നത് നമ്മുടെ വീട്, മാതാവ്, വാഹനങ്ങൾ, മാനസിക സമാധാനം, സുഖസൗകര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഭാവത്തിൽ ശനി എത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആന്തരിക സമാധാനം നഷ്ടപ്പെടാം. കുടുംബ പ്രശ്നങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് എല്ലാവരെയും ഒരേപോലെ ബാധിക്കില്ല. ഓരോരുത്തരുടെയും ജാതകത്തിലെ ശനിയുടെ ബലവും ദശാകാലവും അനുസരിച്ച് ഇതിന്റെ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. ആദ്യമായി നമുക്ക് മേടക്കൂറിനെ കുറിച്ച് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം എന്നിവ ചേരുന്നതാണ് മേടക്കൂർ. മേടക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴശനിയുടെ ആരംഭഘട്ടമാണ്. ജ്യോതിഷപ്രകാരം അടുത്ത 7 വർഷത്തോളം ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. കയ്യിൽ പണം വന്നു ചേരുമെങ്കിലും അത് നിൽക്കാതെ പോകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ പഴയ കടബാധ്യതകൾ നിങ്ങളെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിൽ മുടക്കം വരാതെ ശ്രദ്ധിക്കുക. സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ആവേശപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. വിശ്വസ്തരല്ലാത്തവർക്ക് പണം കടം കൊടുക്കുന്നതും ഈ സമയത്ത് ദോഷകരമായി ബാധിക്കും. ക്ഷമയോടെയുള്ള സാമ്പത്തിക ആസൂത്രണം മാത്രമാണ് നിങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുക. അടുത്തതായി കുംഭക്കൂറുകാരുടെ കാര്യമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതിയുടെ 3/4 ഭാഗം എന്നിവ ചേരുന്നതാണ് കുംഭക്കൂർ. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏഴശനിയുടെ 3-ാം ഘട്ടമാണ്, അതായത് ഏഴശനിയുടെ അവസാന ഘട്ടം. എങ്കിലും ഈ സമയം വളരെ നിർണായകമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഈ കാലയളവിൽ അത്യന്തം അപകടകരമാണ്. നിങ്ങൾ ചെയ്ത സഹായം നിങ്ങൾക്ക് തന്നെ വിനയായി മാറാൻ സാധ്യതയുണ്ട്. വലിയ വായ്പകൾ എടുക്കുന്നതും പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ വലിയ തുക നിക്ഷേപിക്കുന്നതും അടുത്ത 2 വർഷത്തേക്ക് ഒഴിവാക്കുന്നതാണ് ഉചിതം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ ഓഹരി വിപണിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. അല്ലാത്തപക്ഷം വലിയ നഷ്ടങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് മീനക്കൂറുകാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന മീനക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മശനിയാണ്. ഏഴശനിയിലെ ഏറ്റവും കഠിനമായ ഘട്ടമായാണ് ജന്മശനിയെ ജ്യോതിഷം കാണുന്നത്. മീനക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ശരീരത്തിന് അനുഭവപ്പെടുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുക. ശാരീരികമായ അസുഖങ്ങൾക്കൊപ്പം തന്നെ മാനസികമായ സമ്മർദ്ദവും നിങ്ങളെ തളർത്തിയേക്കാം. ആശുപത്രിവാസം വരെ വേണ്ടിവന്നേക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്ന് ജ്യോതിഷികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ദൂരയാത്രകളിൽ അതീവ ജാഗ്രത വേണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി 4.5 വർഷം കൂടി ഈ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിനാൽ അമിതമായി ആകുലപ്പെടാതെ ക്ഷമയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനായി ജ്യോതിഷം ചില വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. സാമ്പത്തിക അച്ചടക്കം. ഈ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന എല്ലാ ചെലവുകളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുന്നത് സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിദോഷ നിവാരണത്തിനായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ എള്ളുതിരി തെളിക്കുന്നതും നീരാജനം നടത്തുന്നതും ഗുണകരമാകും. ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ശനിദോഷ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ശനി ഗ്രഹത്തിന് പ്രിയപ്പെട്ടതാണ് സേവനം.
പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും സഹായം നൽകുന്നത് ശനിയുടെ പ്രീതി ലഭിക്കാൻ കാരണമാകും. ആരോഗ്യ പരിരക്ഷ. മീനക്കൂറുകാർ പ്രത്യേകിച്ചും പ്രാണായാമം, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഓർക്കുക, ഗ്രഹങ്ങളുടെ സഞ്ചാരം നമ്മുടെ കർമ്മഫലങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയുള്ളതാണ്. കണ്ടക്ഷനിയോ ഏഴശനിയോ കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയും അച്ചടക്കവും കൊണ്ടുവരാനുള്ള ഒരു അവസരമാണിതെന്ന് കരുതുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.